സ്വിഫ്റ്റ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ദീർഘദൂര യാത്രകളിൽ മത്സരയോട്ടം പാടില്ലെന്നും ബസ്സുകൾ ഇടതുവശം ചേർന്ന് ഒതുക്കി നിർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിക്കരുത്, അനാവശ്യമായി ഡീസൽ പാഴാക്കരുതെന്നും നിർദ്ദേശം ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ബ്രീത്ത് അനലൈസർ പരിശോധന ആരംഭിച്ചതോടെ അപകട മരണങ്ങളിൽ കുറവുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നത്, പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ ഡ്രൈവർമാർ ചെറുപ്പക്കാരാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ വേഗത കൂട്ടുകയും മത്സര ഓട്ടം നടത്തുകയും ദയവ് ഇത് ചെയ്യരുത്. നമ്മൾ ബസ്സുകൾ, KSRTC ബസ്സുകളായാലും പ്രൈവറ്റ് ബസ്സുകളായാലും നിർത്തുമ്പോൾ റോഡിൻ്റെ ഇടതുവശം മാക്സിമം ചേർത്ത് ഒതുക്കി നിർത്തുക. അതുപോലെ തന്നെ എതിർവശത്ത് വരുന്ന ബസ്സും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സും കൂടി സമാന്തരമായി നിർത്താതിരിക്കുക. അതുപോലെ തന്നെ വളരെ റെക്ലെസ് ആയിട്ട് ഒരു മര്യാദയില്ലാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. അത്തരം വണ്ടി ഓടിപ്പോകേണ്ട. വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിൽ കണ്ടാൽ കർശനമായ നടപടികളുണ്ടാവും. ആക്സിലേറ്ററിൽ അനാവശ്യമായി കാല് കൊടുക്കരുത്. അത് ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ഗ്യാസ് വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും പരമാവധി ഡീസൽ നമുക്ക് മൈലേജ് കിട്ടത്തക്ക രീതിയിൽ വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ. KSRTC എല്ലാ കാലത്തും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോപണമുണ്ട്. CMDയുടെ നിർദ്ദേശപ്രകാരം മദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, സംസ്ഥാനത്ത് ഒരാഴ്ചയിൽ 7, 6, 5 മരണങ്ങളാണ് KSRTC വാഹനങ്ങൾ ഇടിച്ച് സംഭവിച്ചിരുന്നത്. ഇന്ന് ഈ പരിശോധനയ്ക്ക് ശേഷം 6ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മരണത്തിന്റെ എണ്ണം 1, 2 മരണമില്ലാത്ത ആഴ്ച അങ്ങനെത്തി. അതുകൊണ്ടാണ് അതിന്റെ അപകടം 35 അപകടങ്ങൾ 36 അപകടങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് 25-30 കുറഞ്ഞു. അതിൽ മേജർ ആക്സിഡൻസ് കുറഞ്ഞു, മരണവും കുറഞ്ഞു. ഇത് നമ്മുടെ ഒരു നേട്ടമാണ്. അഷിൻ ഡിയാഗോ വിശദാംശങ്ങളുമായി. അഷിൻ, ഗതാഗത മന്ത്രി കുറേയധികം പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുവെന്നാണോ കാണേണ്ടത്? നികേഷ്, ഈ കണ്ടക്ടർമാർക്കുള്ള നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വിഫ്റ്റ് ഡ്രൈവർമാർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ജീവനക്കാർക്കുള്ള സന്ദേശത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് സ്വകാര്യ ബസ്സുകളുമായോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുമായോ KSRTC ഡ്രൈവർമാർ മത്സരയോട്ടം നടത്താൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശമാണ് കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ റോഡുകളിൽ ഈ ചെറിയ വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം. ഇത്തരത്തിൽ 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുന്നത്, ഈ എതിർവശത്തു നിന്ന് വരുന്ന 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുന്നത് അവസാനിപ്പിക്കണം. കാരണം മറ്റ് ഗതാഗതങ്ങൾക്ക് കൂടി പോകേണ്ടതുണ്ട്. KSRTC ബസ്സിൻ്റേത് മാത്രമല്ല റോഡ് എന്നതടക്കം അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ യാത്രക്കാരോട് മാന്യമായി പെരുമാറണം എന്നൊരു നിർദ്ദേശവും അത് നൽകിയിട്ടുണ്ട്. നേരത്തെ കണ്ടക്ടർമാർക്ക് നൽകിയതിന് സമാന്തരമായി അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് KSRTC സ്വിഫ്റ്റ് ഡ്രൈവർമാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഗതാഗത മന്ത്രി നൽകുന്നത്. ഈ അപകടങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ അപകടങ്ങൾ, KSRTC മൂലമുണ്ടാക്കുന്ന അപകടങ്ങൾ ഗണ്യമായി തന്നെ കുറയ്ക്കാൻ KSRTCക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രി എടുത്തു പറയുന്നത്. നമുക്കറിയാം, ഈ KSRTC ബസ് ഇടിച്ച് അപകടങ്ങളും അതുപോലെ തന്നെ മരണങ്ങളും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതിനായി ഈ ബ്രെത്ത് അനലൈസർ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഈ പരിശോധനകൾ തുടങ്ങി ഏതാണ്ട് 6 ആഴ്ച പിന്നിടുമ്പോൾ വലിയ രീതിയിൽ KSRTC ബസ് ഇടിച്ചുണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും കുറഞ്ഞു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ആഴ്ചയിൽ 7 മുതൽ 5 വരെയായിരുന്നു ഇത്തരത്തിൽ KSRTC ബസ് ഇടിച്ച് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയായി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ഒരാൾ പോലും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും മന്ത്രി എടുത്തു പറഞ്ഞു. ഇത്തരം ഡ്രൈവർമാരുടെ ഈ ഒരു കാര്യം, ഈ ശ്രദ്ധയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മറ്റൊന്ന്, ഈ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പരാതികൾ, ഇത്തരത്തിൽ പല പരാതികൾ ഈ ഡ്രൈവർമാർക്കെതിരെ ലഭിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു കർശന നിർദ്ദേശവും കൂടി ഗതാഗത മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഇത്തരത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കെ.ബി. ഗണേഷ് അറിയിക്കുന്നു. നികേഷ്, അഷിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.